വിശദമായ വാർത്തകളിലേക്ക്. ഭൂപരിഷ്കരണ നിയമത്തിൽ വീണ്ടും ക്രമവിരുദ്ധ ഇളവ് നൽകി പുഞ്ചപ്പാടം നികത്താൻ വീണ്ടും ഉത്തരവ്. 150 ഏക്കർ നെൽപ്പാടത്തിനായി ചട്ടവിരുദ്ധ ഭൂപരിധിയിൽ ഇളവ് നൽകി കോട്ടയം വൈക്കം താലൂക്കിലെ ചെമ്പ് വില്ലേജിലെ പാടത്തിനാണ് ഇളവ് നൽകിയത്. 1500 കോടിയുടെ സ്മിർട്ട് ടൗൺഷിപ്പ് പദ്ധതിയുടെ മറവിൽ. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായം, വിവരസാങ്കേതിക വിദ്യ എന്നീ മേഖലയുടെ മറവിലാണ് പുഞ്ചപ്പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ ഗ്രൂപ്പിന്റെ സമർത്ഥി വില്ലേജ് പ്രോജക്റ്റിനാണ് കോട്ടയം വൈക്കം താലൂക്കിൽ 150 ഏക്കർ പാടത്തിന് ഇളവ് നൽകിയിരിക്കുന്നത്. ഇളവ് നൽകിയുള്ള ഉത്തരവിൽ ഇളവ് നൽകുന്നത് നിലത്തിനാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉത്തരവനുസരിച്ച് പദ്ധതിക്കായി 150 ഏക്കർ പാടം കമ്പനിക്ക് നികത്താം. 1500 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി പ്രകാരം 5000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന വാഗ്ദാനമാണ് കമ്പനി മുൻപോട്ട് വച്ചിരിക്കുന്നത്. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ 81(3) പ്രകാരമുള്ള ഇളവ് തോട്ടം ഭൂമിക്ക് മാത്രം നൽകാനുള്ളതാണ്. അപേക്ഷ പരിഗണിച്ച കോട്ടയം ജില്ലാ കളക്ടർ ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് പരിഗണിക്കാതെയാണ് സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച പ്രത്യേക പദ്ധതിയായതുകൊണ്ട് തന്നെ നിലം നികത്തിയാൽ റവന്യൂ വകുപ്പിന് കമ്പനിക്കെതിരെ നടപടിയെടുക്കാനാവില്ല. പൊതുജനക്ഷേമം എന്ന വിഷയം ഉയർത്തിക്കാട്ടിയാണ് സർക്കാർ ക്രമവിരുദ്ധ നടപടി കൈക്കൊണ്ടത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്ന് ലോക വനിതാ ദിനം. സകല രംഗത്തും സ്ത്രീകൾ ഇന്ന് പുരുഷനൊപ്പമോ മുന്നിലോ എത്തിയിട്ടും ജനസംഖ്യയിലെ പകുതിയോളം വരുന്ന വിഭാഗം ഇന്നും ചൂഷണത്തിൽ നിന്നും വിവേചനത്തിൽ നിന്നും മുക്തമല്ല. അതിജീവനത്തിനായുള്ള സ്ത്രീ ശക്തി ഉയർത്തിപ്പിടിച്ചാണ് ഓരോ വനിതാ ദിനവും കടന്നു വരുന്നത്. 1857 മാർച്ച് 8-ന് ന്യൂയോർക്കിൽ തുണിമില്ലിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ ഒരു പ്രകടനം നടത്തി. നല്ല തൊഴിൽ സാഹചര്യവും നല്ല കൂലിയുമായിരുന്നു ആവശ്യം. പോലീസ് അവരെ ക്രൂരമായി ആക്രമിച്ച് പിരിച്ചുവിട്ടു. പിന്നീടങ്ങോട്ട് മാർച്ച് 8 ന്യൂയോർക്കിലെ സ്ത്രീ തൊഴിലാളികളുടെ പ്രതിഷേധ ദിനങ്ങളായിരുന്നു. 1909 അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടി മാർച്ച് 8 വനിതാ ദിനമായി പ്രഖ്യാപിച്ചു. അടുത്ത കൊല്ലം കോപ്പൻഹേഗനിൽ ചേർന്ന 1-ാം അന്താരാഷ്ട്ര സ്ത്രീ സമ്മേളനമാണ് മാർച്ച് 8 ലോക വനിതാ ദിനമാക്കിയത്. 1911 ന്യൂയോർക്കിലെ തന്നെ ട്രയാങ്കിൾ ഷർട്ട് വേസ്റ്റ് ഫാക്ടറി എന്ന തുണിമില്ലിൽ തീപിടുത്തമുണ്ടായി 140 സ്ത്രീകൾ വെന്തുമരിച്ചു. അതോടെ അവരുടെ സ്മരണാദിനം കൂടിയായി മാർച്ച് 8. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയനിൽ ലെനിൻ മാർച്ച് 8 അവധി ദിനമായി പ്രഖ്യാപിച്ചു. അടുക്കളയിലെ അടിമത്തത്തിനെതിരെ മാർച്ച് 8 ആചരിക്കാനാണ് സോവിയറ്റ് നാട് ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ ആഹ്വാനം ചെയ്തത്. ഒരു മാർച്ച് 8 കൂടി കടന്നുപോകുമ്പോൾ നമുക്കോർക്കാം, ലോകമെമ്പാടുമുള്ള പെണ്ണുങ്ങൾക്കോർക്കാൻ അവരുടേതായ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. ആചരിക്കാൻ ഒരു ചുവന്ന തിരുനാളും. അതാണ് മാർച്ച് 8. പൊളിറ്റിക്കൽ ഡെസ്ക്. ലോക വനിതാ ദിനത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീ അവഗണനയ്ക്കെതിരെ AICC അംഗം ഷാഹിദ കമാൽ. ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസും UDF-ഉം അവഗണിക്കുന്നതായി ഷാഹിദ. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം നിയമസഭയിലേക്ക് ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരു വനിതയെപ്പോലും പരിഗണിച്ചിട്ടില്ല. സർക്കാരിനുണ്ടായ മാനക്കേടിൽ നിന്നും തലയുരാൻ വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ഷാഹിദയുടെ മുന്നറിയിപ്പ്. ഇതാദ്യമായാണ് സീറ്റ് പ്രശ്നത്തിൽ ഷാഹിദ കമാൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസിലെ ത്രിമൂർത്തികളാണ് അവഗണനയ്ക്ക് പിന്നിലെന്നും അധികാരം പങ്കിടുന്ന കാര്യത്തിലാണ് അനീതിയും അവഗണനയെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. സ്ത്രീകളുടെ വോട്ട് വേണം, എന്നാൽ വനിതകളെ നിയമസഭയിലെത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്നും ഷാഹിദ കമാൽ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഈ രണ്ടാം തരം പൗരന്മാരെന്ന ആ ഒരു ബോധം, രണ്ടാം തരം പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കൂടി അവസര സമത്വം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? സ്ത്രീകൾക്ക് കഴിവില്ല? കേരളത്തിലെ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് അവിടെ കടന്നു വരാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്നത് കേരളത്തിലാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ ഒരു വനിതയാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ബഹുമാനത്തോടു കൂടി പറയുന്നു. ആ മഹതി അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത് കേരളത്തിലാണെന്ന് വളരെ നിരാശയോടുകൂടി ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു വനിതയെ പോലും നിയമസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനായില്ലെന്നും വോട്ടിന് മാത്രം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വനിതകളെ ഉപയോഗിക്കുകയാണെന്നും ഷാഹിദ കമാൽ കുറ്റപ്പെടുത്തി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസിൽ ധാരണ. അധികം വന്ന 9 സീറ്റുകൾ ആനുപാതികമായി വീതിക്കണമെന്ന ഘടകകക്ഷികളുടെ അവകാശം അംഗീകരിച്ചില്ല.
രണ്ടാം ഘടകകക്ഷിയായ ലീഗ് കൂടുതൽ സീറ്റ് വേണ്ടെന്ന നിലപാടെടുത്തതോടെയാണ് മറ്റു ഘടകകക്ഷികൾക്ക് കൂടുതൽ പരിഗണന നൽകേണ്ട എന്ന തീരുമാനവും ഉയർന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഇതിനുശേഷം 4 സീറ്റുള്ള JSSഉം 2 സീറ്റുള്ള CMPയിലെ ഒരു വിഭാഗവും 2 സീറ്റുള്ള ബാലകൃഷ്ണപിള്ളയും മുന്നണി വിട്ടു. ഒഴിവ് വന്ന ഈ 9 സീറ്റുകളിൽ 1 UDFനൊപ്പമുള്ള CMPക്ക് നൽകിയതിനു ശേഷം ബാക്കി 8 സീറ്റുകൾ ആനുപാതികമായി വീതിക്കണമെന്നായിരുന്നു ഘടകകക്ഷികളുടെ ആവശ്യം. ഇത് അംഗീകരിക്കേണ്ടെന്നും പരമാവധി സീറ്റുകൾ കൈവശം വെക്കാനുമാണ് കോൺഗ്രസിലെ ധാരണ. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്ന് PP തങ്കച്ചൻ സ്ഥിരീകരിച്ചു. അതൊക്കെ ചർച്ചകളിൽ കൂടി വരും. ഒട്ടും താഴോട്ട് പോവില്ല, അല്പം മുകളിലേക്കായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ വരുന്ന സീറ്റുകൾ ഉണ്ടല്ലോ, കുറേ ഒഴിവ് വരുന്ന സീറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ CMPയുടെ കുറേ സീറ്റ് ഒഴിവ് വരും, JSSൻ്റെ സീറ്റുകൾ പൂർണ്ണമായിട്ട് ഒഴിവ് വന്നു, പിള്ളയുടെ 2 സീറ്റുകളും പൂർണ്ണമായിട്ട് ഒഴിവ് വന്നു. അപ്പോൾ അത് അങ്ങനെ കുറേ സീറ്റുകൾ ഒഴിവ് വരുന്നുണ്ട്. മുന്നണിയിലെ രണ്ടാം കക്ഷിയായ ലീഗ് തിരുവമ്പാടി സീറ്റിൽ സ്വമേധയാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലും കോൺഗ്രസിൽ അതൃപ്തിയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. കത്തോലിക്ക സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മതനേതൃത്വം ഇടപെടേണ്ടെന്ന് കോഴിക്കോട് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടിയിൽ ലീഗ് സ്ഥാനാർത്ഥി ഉമ്മർ മാസ്റ്ററെ അംഗീകരിക്കില്ലെന്ന നിലപാട് താമരശ്ശേരി രൂപതാ നേതൃത്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. തങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നായിരുന്നു സഭാ നേതൃത്വത്തിന്റെ ആവശ്യം. സഭാ നേതൃത്വത്തിന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ലീഗ് നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. തിരുവമ്പാടിയിൽ ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരു കാരണവശാലും മാറ്റില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല പറഞ്ഞു. സംസ്ഥാന UDF നേതൃത്വം ആവശ്യപ്പെട്ടാൽ പോലും തീരുമാനത്തിൽ നിന്നും പിറകോട്ട് പോകില്ലെന്നും അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. കോഴിക്കോടിൽ ഞങ്ങൾ ജയിച്ച സീറ്റാ തിരുവമ്പാടി, കൊടുവള്ളി, കോഴിക്കോട് 2. അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. മാത്രമല്ല നമ്മളവിടെ കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചും കഴിയും. സഭാ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. സഭാ നേതൃത്വം വെള്ളാപ്പള്ളിയെ പോലെ പെരുമാറരുതെന്നും ഉമർ പാണ്ടികശാല ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു ജാതി നോക്കി സ്ഥാനാർത്ഥികളെ ഓരോ പാർട്ടിയും നിശ്ചയിക്കുക എന്ന് പറഞ്ഞത് ശരിയായ കീഴ്വഴക്കല്ല. സഭാ മേലധ്യക്ഷന്മാർ അങ്ങനെ പറയുന്നതൊട്ടും ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം വെള്ളാപ്പള്ളി പ്രസംഗിച്ചതുപോലെ ആവില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗ് നേതൃത്വവും താമരശ്ശേരി രൂപതയും തമ്മിലുണ്ടായിരിക്കുന്ന ഏറ്റുമുട്ടൽ UDFനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. CBI കസ്റ്റഡിയിലുള്ള P. ജയരാജനെ ചോദ്യം ചെയ്യലിനായി അനുമതി നൽകി. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജോഷില, ചികിത്സയിലാണ് P. ജയരാജൻ. എന്തൊക്കെ നിബന്ധനയോടുകൂടിയാണ് ചോദ്യം ചെയ്യലിന് അനുമതി നൽകിയത്? വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിം ഷാ, തീർച്ചയായും P. ജയരാജൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് CBI ജില്ലാ സെഷൻസ് കോടതിയിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷ നൽകിയത്. എന്നാൽ P. ജയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ കോടതി തയ്യാറായിട്ടില്ല. 9, 10, 11 തീയതികളിൽ P. ജയരാജൻ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് P. ജയരാജനെ ചോദ്യം ചെയ്യാം എന്നാണ് ഈ CBI നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ കോടതി ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. ഇതിന് ആവശ്യമായ നടപടികൾ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചെയ്തു കൊടുക്കണം എന്നുമാണ് വിധിയിൽ ജില്ലാ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും CPIMന് വേണ്ടി കോടതിയിൽ നേരത്തെ വാദിച്ച അഭിഭാഷകൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇവയായിരുന്നു. നിരന്തരമായ ചികിത്സ ആവശ്യമുള്ള വ്യക്തിയാണ് P. ജയരാജൻ. മാത്രമല്ല ശ്രീജിത്തിരയിൽ വിദഗ്ധ ചികിത്സ നടത്തിയിരുന്നു. അവിടെയുള്ള ഡോക്ടർമാരടക്കം ഇത്തരത്തിൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരണമെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ഗൂഢാലോചന കുറ്റം ചുമത്തി 1 വർഷത്തിനുള്ളിൽ മെറ്റീരിയൽ എവിഡൻസ് പോലും ഹാജരാക്കാതെ CBI RSSന്റെ രാഷ്ട്രീയ തന്ത്രത്തിന് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളായിരുന്നു നേരത്തെ CPIMന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ P. ജയരാജന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നത്. ഇത് ശരിയാണ് എന്ന് വെക്കുന്ന തരത്തിൽ, അതായത് P. ജയരാജന്റെ ചികിത്സ തുടരാം, അദ്ദേഹത്തിന് മറ്റു രീതിയിൽ യാതൊരു രീതിയിലുള്ള പ്രകോപനവും സൃഷ്ടിക്കുന്ന രീതിയിൽ, അതുപോലെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയ്ക്ക് മറ്റ് രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ ചോദ്യം ചെയ്യാൻ തുടരാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. മാത്രമല്ല
അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹരിഓം പ്രകാശ് മാത്രമേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാവൂ എന്നുള്ള രീതിയിലുള്ള വിധിയാണ് ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അജിൻ സാർ. ശരി ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. ചികിത്സയിൽ കഴിയുന്ന പി ജയരാജനെ ചോദ്യം ചെയ്യാനായി CBIക്ക് അനുമതി നൽകിയിരിക്കുന്നു. എന്നാൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനായി അനുമതി നൽകിയിട്ടുമില്ല കോടതി. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ജോഷില നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കലാഭവൻ മണിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ്. മരണം കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ കേസ് നിലനിൽക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മെഥനോളിന്റെ സാന്നിധ്യമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക പരിശോധനയിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. കരൾ പൂർണ്ണമായും തകരാറിലായ മണിയോട് മദ്യപിക്കരുതെന്ന ഡോക്ടർമാർ കർശന നിർദ്ദേശം വെച്ചിരുന്നു. എന്നാൽ കലാഭവൻ മണി മദ്യപാനം തുടർന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അബോധാവസ്ഥയിൽ മണിയെ കണ്ടെത്തിയതിന്റെ തലേ ദിവസവും മദ്യപിച്ചിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കരൾ പ്രവർത്തനരഹിതമായതാവാം മരണത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേരുന്നത്. മണിയുടെ ഔട്ട്ഹൗസ് പരിശോധിച്ചതിൽ സംശയകരമായ വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കാതിരുന്നതും സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്താത്തതും അസ്വാഭാവികത ഇല്ലാതാക്കുന്നുണ്ട്. മണിയും സുഹൃത്തുക്കളും കഴിച്ച മദ്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. കാക്കനാട്ടെ സർക്കാർ ലാബിൽ പരിശോധനക്കയച്ച അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭ്യമാക്കുന്നതുവരെ അന്വേഷണം തുടരാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നുവെന്ന് നടനും സുഹൃത്തുമായ ജാഫർ ഇടുക്കി. താൻ കാണുമ്പോൾ മണി പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നും ജാഫർ ഇടുക്കി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഭയങ്കര ചിരിക്കാൻ പറ്റിയ കുറേ കഥകളും ഒക്കെ പറഞ്ഞ് കുറേ പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾക്ക് പൊള്ളിക്കും. അങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ പറയാം. അപ്പം ഞങ്ങൾക്ക് ഈ പറയാൻ വന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയണം പുള്ളിയോട്. അപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് പോകണം എന്ന്. ഞാൻ ഈ നിർബന്ധം പിടിച്ചതാണ് പുള്ളി അവിടെ വെച്ച് പറഞ്ഞത്. അതായത് രാത്രി പോകാൻ നേരത്ത് എന്താ പോകത്തെ, അയ്യോ പള്ളിയിലച്ഛനായിട്ട് അഭിനയിക്കണല്ലേ, 10-11 മണിയായാലും പൊയ്ക്കേ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ധൃതി വെച്ചത് ആദ്യം. ഭായി ഒരു കാര്യം പറയാൻ വന്നാൽ പോകണം, ഇവർക്കെല്ലാം അകലത്തിൽ പോകാനുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് പുള്ളി അവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ഇതെന്നതാ എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല. എന്താണ് മമ്മൂട്ടിയും സലീംകുമാറും കലാഭവൻ മണിക്ക് അക്ഷരങ്ങൾ കൊണ്ട് ആദരമർപ്പിച്ചു. ഫേസ്ബുക്കിലൂടെ ഇരുവരും മണിയോടൊപ്പമുള്ള വികാരനിർഭരമായ അനുഭവങ്ങൾ പങ്കുവച്ചു. എങ്ങോട്ടാ സാറേ? പ്രിയ കൂട്ടുകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അക്ഷരങ്ങൾ കൊണ്ട് ആദരവ് തീർക്കുകയാണ് മലയാളത്തിന്റെ കലാലോകം. മഹാനടൻ മമ്മൂട്ടിയും പ്രിയ കലാകാരൻ സലീംകുമാറും ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ആരുടെയും ഉള്ളുലയ്ക്കും. സഹപ്രവർത്തകനപ്പുറം സഹോദരനെ നഷ്ടപ്പെട്ട ജ്യേഷ്ഠന്റെ ദുഃഖമാണ് മമ്മൂട്ടിയുടെ വാക്കുകളിൽ കുത്തിനോവിക്കുന്നത്. ലൊക്കേഷനിലേക്ക് മാങ്കോസ്റ്റിൻ പഴങ്ങളുമായി എത്താൻ മണി ഇനിയില്ല എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ മമ്മൂട്ടിയും ബുദ്ധിമുട്ടുന്നു. തന്റെ വീട് സ്വന്തം വീടായി കണ്ട, തെറ്റ് ചെയ്താൽ തലകുനിച്ച് മിണ്ടാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട അനുജനെ മമ്മൂട്ടി അക്ഷരങ്ങളിലൂടെ ഓർത്തെടുക്കുന്നു. ആദ്യമായി മണി തമിഴ് സിനിമയിൽ അഭിനയിച്ചതും ലൊക്കേഷനിലെ ആഘോഷ കാഴ്ചകളും മമ്മൂട്ടി ഓർക്കുന്നു. മണിയോടുള്ള ആദരസൂചകമായി ഞങ്ങൾ സംപ്രേഷണം ചെയ്ത JB ജംഗ്ഷൻ പ്രത്യേക പതിപ്പ് കണ്ടതിനെക്കുറിച്ച് പറഞ്ഞാണ് സലീംകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അഭിമുഖത്തിൽ ജോൺ ബ്രിട്ടാസിനോട് മണി പറയുന്നുണ്ട്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടി അഭിനയിച്ചത് താനായിരിക്കുമെന്ന്. പക്ഷേ അത് തന്റെ മരണശേഷം മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നും. മലയാള സിനിമയിൽ ഒരു പക്ഷേ ഞാൻ മരിക്കുമ്പോഴായിരിക്കും ഒരു ചാനലിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ വരാം. എത്രയോ ഗാനങ്ങൾ അഭിനയിച്ചു, എത്രയോ സ്വന്തമായിട്ട് സ്വന്തം ശബ്ദത്തിൽ പാടി അഭിനയിച്ച ഏക നടൻ എന്ന് പറയുന്നത് കലാഭവൻ മണിയാന്ന് പറയാം. എന്താ പറയാ, മണീനെ ഇനിയും ഞങ്ങൾക്ക് വേണം. ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കരുത്, മണിയുടെ കൂടെ ഞങ്ങൾ ഉണ്ട്. മണി കലാകാരനെ അംഗീകരിക്കാൻ മരണം അനിവാര്യതയായി മാറുന്ന സന്ദർഭം. മണിയുടെ വാക്കുകൾ അറം പറ്റുകയായിരുന്നോ എന്ന് സലീംകുമാർ ചോദിക്കുന്നു. കലാഭവനിലെ പഴയ കാലവും മണിയുടെ ജീവിതവും മരിക്കാത്ത ഓർമ്മകളായി സലീംകുമാറിന്റെ അക്ഷരങ്ങളിൽ പുനർജനിക്കുന്നു. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എന്ന മണിയുടെ വരികൾ കുറിച്ചുകൊണ്ടാണ് സലീംകുമാർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. മറ്റൊരു വാർത്തയിലേക്ക്. കൊട്ടാരക്കരയിൽ RSS പ്രവർത്തകർ പോലീസുകാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. സ്റ്റേഷനും 3 പോലീസ് ജീപ്പുകളും അക്രമികൾ തകർത്തു. സംഭവത്തെ തുടർന്ന് കൊട്ടാരക്കര RSS താലൂക്ക് പ്രചാരക് ബിനീഷ് പോലീസ് പിടിയിലായി.
RSS കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് വിനീഷും സംഘവും സഞ്ചരിച്ചിരുന്ന ബൈക്ക് വാഹന പരിശോധനയ്ക്കിടെ കസ്റ്റഡിയിലെടുത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. 3 പേർ സഞ്ചരിച്ചിരുന്നതിനാലായിരുന്നു ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രി 12 മണിയോടെ ബൈക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം RSS പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി അക്രമ സംഭവങ്ങൾ ആരംഭിച്ചു. കൊട്ടാരക്കര CI സജിമോൻ, പുത്തൂർ SI സുധീഷ് അടക്കം 6 പേരെ RSSകാർ ആക്രമിച്ചു. സംഭവശേഷം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും RSS കാര്യാലയത്തിലുമായി അക്രമികൾ ഓടിക്കയറുകയായിരുന്നു. കൊട്ടാരക്കര RSS കാര്യവാഹ് ബിനീഷ്, RSS പ്രവർത്തകൻ സമീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം കേസ് ഒതുക്കി തീർക്കാനുള്ള നീക്കം ഉന്നത പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാർഷിക വൃത്തിയിൽ വീരഗാഥ രചിച്ച് വ്യത്യസ്തമാവുകയാണ് ആലപ്പുഴ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ കൂടിയായ രജനി ജയദേവ്. കൈരളി പീപ്പിൾ TVയുടെ കതിർ അവാർഡിന് രജനി അർഹയായി. മണ്ണിന്റെ മണവും നാടിന്റെ ഭംഗിയും വിട്ടെറിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്ന മലയാളികൾക്ക് പുതിയ സന്ദേശം നൽകുകയാണ് ഭരണിക്കാവ് പള്ളിക്കൽ പറക്കാട്ട് വീട്ടിൽ രജനി ജയദേവ്. മലയാളികളുടെ സ്വപ്ന നഗരമായ ദുബായിലെ ഓയിൽ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചാണ് രജനി എന്ന എഞ്ചിനീയർ മണ്ണിൽ പണിയെടുക്കാൻ 4 വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ മടങ്ങിയെത്തിയത്. തുടക്കത്തിൽ ചില നഷ്ടങ്ങളൊക്കെ കൃഷിയിൽ ഉണ്ടായെങ്കിലും ഇതെല്ലാം അവഗണിച്ച് വാശിയോടെ ഇവർ തൻ്റെ 5 ഏക്കർ വരുന്ന ഭൂമിയിൽ കൃഷി ഇറക്കി. തക്കാളി, പയർ, വഴുതനങ്ങ, വെണ്ടയ്ക്ക തുടങ്ങി നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പച്ചക്കറികൾ കൂടാതെ നാട്ടിൽ പച്ചപിടിക്കില്ല എന്ന് വിദഗ്ധർ വരെ വിലയിരുത്തിയ ക്യാബേജും കോളിഫ്ലവറും അടക്കം ചില മുന്തിയ ഇനം പച്ചക്കറികൾ വരെ ഇവരുടെ കൃഷിയിടത്തിൽ സുലഭമായി ലഭിക്കുന്നു. വിളവെടുക്കാൻ സമയമാകുമ്പോൾ ഭരണിക്കാവ് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ജൈവ പച്ചക്കറി തേടി രജനിയുടെ വീട്ടിലെത്തും. അങ്ങനെ 4 വർഷത്തിനിടയിൽ രജനി നാട്ടുകാർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ബന്ധുവായി മാറി. ജനങ്ങളിൽ ഇവരുടെ സ്വാധീനം തിരിച്ചറിഞ്ഞ പാർട്ടി ഇടതുപക്ഷ ചിന്താഗതിക്കാരിയായ രജനിയെ സ്ഥാനാർത്ഥിയാക്കാനും പിന്നെ മടിച്ചില്ല. നേതാക്കളുടെ വിശ്വാസം തെറ്റിയില്ല. വലിയ ഭൂരിപക്ഷത്തോടെ ഇവർ പഞ്ചായത്ത് ഭരണം തന്നെ പിടിച്ചെടുത്തു. എങ്കിലും പഞ്ചായത്ത് ഭരണവുമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നെങ്കിലും തൻ്റെ ജീവനായ കൃഷി ഉപേക്ഷിക്കാൻ ഇവർ ഇപ്പോഴും തയ്യാറല്ല. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. 2093 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,76,373 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ്. നാളെ മുതൽ ഈ മാസം 28 വരെയാണ് ഈ വർഷത്തെ SSLC പരീക്ഷകൾ നടക്കുക. 2,903 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,76,373 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുക. ഇതിൽ റെഗുലർ സ്കീമിൽ 4,74,267 പേരും പ്രൈവറ്റ് സ്കീമിൽ 2,106 പേരുമാണുള്ളത്. ഗൾഫിൽ 583 പേരും ലക്ഷദ്വീപിൽ 813 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. പഴയ സ്കീമിൽ 484 വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ്, 28,052 പേർ. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് കുട്ടനാട്ടിലും, 2,428 പേർ മാത്രം. ഈ മാസം 2, 3, 4 തീയതികളിലായി പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ DEO തലത്തിൽ വേർതിരിച്ചിരുന്നു. 4, 5 തീയതികളിലായി സംസ്ഥാനത്തെ ട്രഷറിയിൽ സൂക്ഷിച്ച ചോദ്യപേപ്പറുകൾ പരീക്ഷാ ദിവസങ്ങളിൽ 8 മണി മുതൽ ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയാകും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുക. ഏപ്രിൽ 1 മുതൽ 12 വരെയായി 54 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. EPF-ന് ടാക്സ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ചു. അരുൺ ജെയ്റ്റ്ലി ലോക്സഭയെ ഇക്കാര്യം അറിയിച്ചു. വിവരങ്ങളുമായി സന്തോഷ് സള്ളിങ് ചേരുകയാണ്. സന്തോഷ്, PF-ന് നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ അത് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്ന സർക്കാർ ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങൾ? ജിംഷാദ്, PF നിക്ഷേപത്തിന്റെ 60% നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച പ്രഖ്യാപനമാണ് ഇക്കഴിഞ്ഞ പൊതു ബഡ്ജറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചത്. ഇതിനെതിരെ വിവിധ തൊഴിലാളി സംഘടനകൾ തന്നെ രംഗത്തെത്തി. മധ്യവർഗ ജനങ്ങളെ മുഴുവൻ എതിരാക്കുന്ന ഒരു തീരുമാനമാണ് എന്ന തരത്തിലുള്ള വിമർശനം BJPക്കുള്ളിലും ഉയരുകയും ചെയ്തു. ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനത്ത ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിന് വന്നപ്പോഴാണ് ഈ തീരുമാനം മാറ്റുന്ന കാര്യം ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി
ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് PF നിക്ഷേപത്തിന്റെ 60% നികുതി ഏർപ്പെടുത്തുന്നതിലൂടെ തുക പൂർണ്ണമായും പിൻവലിക്കുന്നത് തടയുക, നിലവിൽ രാജ്യത്തുള്ള പെൻഷൻ പദ്ധതികളിലേക്ക് കൂടുതൽ തുക എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നത്. ഇക്കാര്യം ഇപ്പോൾ ഏറെ പ്രതിഷേധമുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു വഴികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ബഡ്ജറ്റ് പ്രഖ്യാപനം PFന് നികുതി ഏർപ്പെടുത്താനുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം പിൻവലിക്കുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്തായാലും PF നിക്ഷേപം പെൻഷൻ പദ്ധതികളിലൂടെ ഓഹരി കമ്പോളത്തിലേക്ക് എത്താനുള്ള മറ്റു മാർഗങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുക തന്നെ ചെയ്യുമെന്ന സൂചന പ്രസംഗത്തിൽ അരുൺ ജെയ്റ്റ്ലി നൽകിയിട്ടുണ്ട്. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം സ്വന്തം നിലയ്ക്ക് നടത്തിയ പ്രസ്താവനയിലാണ് അരുൺ ജെയ്റ്റ്ലി PF നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിക്കുന്നത്. അതായത് സന്തോഷ്, ഈ ഘട്ടത്തിൽ ഒരുപാട് തൊഴിലാളി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട കടുത്ത പ്രതിഷേധത്തിലാണ് എത്തിയത്. തൊഴിലാളികൾ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവർ കരുതി വെക്കുന്ന മുതലിലേക്കും സർക്കാർ കൈയിടുന്നു എന്ന തരത്തിലേക്ക് വികാരാതീതമായി പോലും സഭയിൽ പോലും പ്രസംഗങ്ങൾ ഉണ്ടായി. അത്തരത്തിലുണ്ടായ ഘട്ടത്തിൽ ഒന്നും ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് അരുൺ ജെയ്റ്റ്ലി എടുത്തു പറയുകയുണ്ടായി. മൗനാനുവാദം മോദി അടക്കം നൽകുകയുമുണ്ടായി. ഈ ഘട്ടത്തിൽ ഇത് പിൻവലിക്കുന്നതിന്റെ പിന്നിൽ പ്രതിഷേധം തന്നെയാണ്. തീർച്ചയായും അജിംഷാദ്, പൊതു ബഡ്ജറ്റിൽ ഈ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളെ അരുൺ ജെയ്റ്റ്ലി കണ്ടിരുന്നു. പ്രതിഷേധമുണ്ടാക്കിയ ഈ വിഷയത്തിൽ നിന്ന് താൻ പിന്നോട്ട് പോകില്ല എന്ന് അദ്ദേഹം ഉറച്ച നിലപാട് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ പെൻഷൻ പദ്ധതിക്ക് ഗുണകരമായ കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ വരുത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിനുശേഷം 10ഓളം കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ഇക്കാര്യത്തിൽ പണിമുടക്കടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നറിയിച്ചുകൊണ്ട് രേഖാമൂലം തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കത്തു നൽകി പ്രതിഷേധം വളരെ ശക്തമായി മുന്നോട്ട് നീക്കുമെന്നും അറിയിച്ചു. കൂടാതെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നു. മധ്യവർഗ കുടുംബങ്ങളെ ഏറെ ബാധിക്കുന്ന ഈ തീരുമാനം പിൻവലിക്കാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ നികുതി തീരുമാനം ധനകാര്യ മന്ത്രി തന്നെ വളരെ അപൂർവമായ രീതിയിൽ ലോക്സഭയിൽ നടത്തിയ സുമോട്ടോ നടത്തിയ പ്രസംഗത്തിൽ പിൻവലിക്കുന്നത് അറിയിച്ചു.